നമസ്കാരം. വയനാടിനെ ഇളക്കി മറിച്ചുകൊണ്ടാണ് നവ്യ ഹരിദാസിന്റെ മാസ് പ്രകടനം വയനാട്ടിൽ നടക്കുന്നത്. പ്രചാരണം കെങ്കേമമായി തന്നെ നടക്കുന്നുണ്ട്. കൊട്ടിക്കലാശത്തിൽ ഇടയ്ക്ക് ക്രെയിനിലേറിയും പിന്നീട് താഴെയിറങ്ങി പ്രവർത്തകർക്കൊപ്പം നൃത്തം ചവിട്ടിയും നവ്യ ഹരിദാസ് ജനങ്ങൾക്കൊപ്പമാണ് താനെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. പ്രിയങ്കയും രാഹുലും പങ്കെടുത്ത കൊട്ടിക്കലാശത്തിലും താൻ തന്നെയാണ് മുന്നിലെന്ന് നവ്യ ഹരിദാസ് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജയം അത് മാത്രമാണ് നവ്യയുടെയും BJPയുടെയും ലക്ഷ്യം. നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലും വയനാട്ടിലും പരസ്യ പ്രചാരണം അവസാനിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ നിശബ്ദ പ്രചാരണം തുടങ്ങും. വയനാടും ചേലക്കരയും നാളെയാണ് തെരഞ്ഞെടുപ്പ്. ബഹളങ്ങളില്ലാതെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇരു മുന്നണിയിലെയും സ്ഥാനാർത്ഥികൾ. അതേസമയം ബൂത്ത് തലത്തിലുള്ള പരിപാടികൾ ഇന്ന് തുടരും. പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയാണ് സ്ഥാനാർത്ഥികളുടെ പ്രധാന പരിപാടി. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതോടെ രാഹുലിന് ശേഷം വയനാട് വീണ്ടും ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. ഇവിടെ ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതേസമയം 3 പതിറ്റാണ്ടുകളുമായി ചെങ്കോടിയെ നെഞ്ചിലേറ്റുന്ന ചേലക്കര നിലനിർത്താനുള്ള ജീവമരണ പോരാട്ടത്തിലാണ് CPM-ഉം LDF-ഉം. ചേലക്കര ഉൾപ്പെടെ ആലന്തൂർ മണ്ഡലത്തിൽ നിന്ന് 2019 പാർലമെന്റിലെത്തിയ രമ്യ ഹരിദാസിന് ഇവിടെ നിന്ന് നിയമസഭയിലേക്കുള്ള ടിക്കറ്റ് പിടിച്ചെടുക്കുക UDF-ന്റെ അഭിമാന പ്രശ്നമാണ്. അതേസമയം ശക്തമായ മത്സരം തന്നെയാണ് പാലക്കാട് നടക്കുന്നത്. മുൻപം വിഷയം ഉൾപ്പെടെ നിർണായക ഘടകമാകുമെന്ന് കരുതപ്പെടുന്ന പാലക്കാട് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഉണ്ടാകുന്നത്. പാലക്കാട് നെല്ലറകളുടെ ഒരു കലവറ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കർഷകർ ഏറ്റവും കൂടുതലുള്ള പാലക്കാട് കർഷകരുടെ പ്രശ്നം തന്നെയാണ് BJP മുഖ്യ വിഷയമായി ഉയർത്തി കാണിക്കുന്നതും അതുപോലെ തന്നെ മുനമ്പം വിഷയമടക്കം BJP ശക്തമായ രീതിയിൽ ഉയർത്തി കാണിക്കുന്നതും. C. കൃഷ്ണകുമാറിനെ നിയമസഭയിലേക്ക് എത്തിച്ച് 2025 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു BJP കേരളത്തിൽ ഒരു അടിസ്ഥാനമാകുക, ഒരു വിജയം നേടിയെന്നൊരു ആത്മവിശ്വാസത്തിലേക്ക് അടുത്ത ട്രാക്കിലേക്ക് പോകാനാണ് BJP ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്.